നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് എന്നും അത്ഭുതമാണ് മഞ്ജു വാര്യർ. സിനിമയേക്കാൾ നാടകീയമായി മുന്നോട്ടു പോയ ജീവിതം, പ്രതിസന്ധികളെ തരണം ചെയ്ത രീതി, ആളുകളോട് ഇടപഴകുന്ന രീതി എന്നിവയെല്ലാം ആരാധകർ ശ്രദ്ധിക്കാറുണ്ട്. കരിയറിലും മഞ്ജു വ്യത്യസ്തയാണ്. മലയാളികളുടെ മനസ്സിൽ ഓരോ ദിവസവും പ്രായം കുറയുകയും സൗന്ദര്യം കൂടുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് മഞ്ജു വാര്യർ. 47-കാരിയായ മഞ്ജുവിന് ഇന്ന് ബോളിവുഡിൽ നിന്ന് വരെ നിരവധി അവസരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ ബോളിവുഡിൽ പോലും 40 പിന്നിട്ട നായിക നടിമാർക്ക് താരമൂല്യമില്ല. എന്നാൽ മഞ്ജുവിനെ തേടി തുടരെ സൂപ്പർ താര ചിത്രങ്ങളാണ് എത്തുന്നത്. ഈ പ്രായത്തിലും തന്റെ ഫിറ്റ്നസും യുവത്വവും നടി കാത്തു സൂക്ഷിക്കുന്നുണ്ട്. തന്റെ നിലപാടുകൾ ആരുടെ മുന്നിലും തുറന്നു പറയാൻ മടി കാണിക്കാത്ത നടിയാണ് മഞ്ജു. അടുത്ത കാലത്തായി മഞ്ജു വാര്യർ സോഷ്യൽ മീഡിയയിലും വലിയ പിന്തുണ നേടിയിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വളരെയധികം സജീവമായി നിൽക്കുന്ന മഞ്ജു വാര്യർ ഇടയ്ക്ക് പോസ്റ്റുകളും പങ്കുവയ്ക്കാറുണ്ട്. എന്നാൽ ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് സൈബർ ആക്രമണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ. അത്തരത്തിൽ നിരവധി തവണ സൈബർ ആക്രമണങ്ങൾക്ക് ഇരയായിട്ടുള്ള വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ. പ്രത്യേകിച്ച് ദിലീപുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷം ഒരു കൂട്ടം ആളുകൾ നിരന്തരമായി മഞ്ജു വാര്യരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ നിരന്തരം വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്. എങ്കിലും ഇത്തരം ആരോപണങ്ങളോടോ ദുഷ്പ്രചാരണങ്ങളോടോ ഒരു തരത്തിലും പ്രതികരിക്കാത്ത ആളുകൂടിയാണ് മഞ്ജു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. തന്റെ ആഗ്രഹം പോലെ ജീവിക്കുന്നതിൽ ശ്രദ്ധിക്കുന്ന അവർ കഴിഞ്ഞ ദിവസമാണ് തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ പോസ്റ്റ് പങ്കുവച്ചത്. അതിൽ ഏറ്റവും പുതിയ ഫോട്ടോകളായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. മുൻപ് പങ്കുവച്ച ഫോട്ടോകളിൽ നിന്ന് വ്യത്യസ്തമായ ഊർജ്ജസ്വലതയോടെ നിൽക്കുന്ന മഞ്ജുവിനെ ചിത്രങ്ങളിൽ കാണാം. ഇത് സോഷ്യൽ മീഡിയ വളരെ അധികം പ്രചാരം ചെയ്യുന്നതാണ് പ്രധാന കാര്യം. ആരാധകർ ഒന്നടങ്കം ചിത്രങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. കുതിരപ്പുറത്ത് അതിസുന്ദരിയായ സാരി അണിഞ്ഞിരിക്കുന്ന മഞ്ജുവിനെയാണ് ചിത്രങ്ങളിൽ കാണാൻ കഴിയുക. ചുവപ്പും പച്ചയും സാരിയും കൂളിംഗ് ഗ്ലാസും അണിഞ്ഞ ഈ ചിത്രങ്ങൾ അതിവേഗം വൈറലായിരുന്നു. പിന്നാലെ നിരവധി ആളുകളാണ് താരത്തിന് പ്രശംസിച്ച് രംഗത്ത് വന്നത്. പലരും ഈ പ്രായത്തിലും മഞ്ജുവിന്റെ സൗന്ദര്യത്തെയാണ് പ്രകീർത്തിക്കുന്നത്. പ്രായം 50നോട് അടുക്കുമ്പോഴും മഞ്ജു യൗവനം കാത്തു സൂക്ഷിക്കുകയാണെന്നാണ് കൂടുതൽ പേരും കമന്റുകളിലൂടെ പറയുന്നത്. മറ്റു ചിലരാകട്ടെ കൃഷ്ണകുടിയിലെ പ്രണയകാലം എന്ന സൂപ്പർഹിറ്റ് ചിത്രത്തിലെ രസകരമായ രംഗവും ഓർത്തെടുക്കുന്നുണ്ട്. ഈ ചിത്രത്തിൽ മഞ്ജു വാര്യർ കഴുതപ്പുറത്തിരിക്കുന്ന രംഗം എന്ന ഏറെ ശ്രദ്ധ നേടിയിരുന്നു. അന്ന് കഴുതപ്പുറത്തിരുന്ന മഞ്ജു ഇന്ന് കുതിരപ്പുറത്തിരിക്കുന്നു എന്നാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത്. ഓരോ തവണയും മഞ്ജു വാര്യർ തന്റെ പുതിയ ലുക്ക് കൊണ്ട് ആളുകളെ ഞെട്ടിപ്പിക്കുകയാണെന്നും ചിലർ കമന്റിലൂടെ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ചിത്രങ്ങൾക്ക് താഴെ ചിലർ മോശമായും പ്രതികരിച്ചിട്ടുണ്ട്. മഞ്ജുവിന്റെ കുടുംബജീവിതം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് പ്രതികരണം. എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും സ്വന്തം മകൾക്ക് അമ്മയെ വേണ്ടല്ലോ എന്നാണ് ഒരാളുടെ പ്രതികരണം. എന്നാൽ മഞ്ജു വാര്യർ അന്തസ്സായി ജീവിക്കുകയാണെന്നായിരുന്നു ആരാധകരുടെ മറുപടി. അതേസമയം കാവ്യ മാധവന്റെ ചിത്രങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ചർച്ചാ വിഷയമായി മാറുകയാണ്. പൂർണ്ണമായും കുടുംബജീവിതത്തിലേക്കാണ് നടി കാവ്യ മാധവൻ ശ്രദ്ധ നൽകുന്നത്. മഹാലക്ഷ്മിയുടെ കാര്യങ്ങളുമായി കാവ്യ എപ്പോഴും തിരക്കുകളിലാണെന്ന് ദിലീപ് തന്നെ പറയാറുണ്ട്. മകളുടെ വികൃതികളെക്കുറിച്ച് മുൻപൊരിക്കൽ ദിലീപ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടിയിരുന്നു. മഹാലക്ഷ്മിക്ക് ഫോൺ എടുക്കാനുള്ള അനുവാദമില്ല, പക്ഷേ അവൾ കട്ടെടുക്കും. ലോക്ക് ചെയ്ത് വെച്ചാലും ക്യാമറ ഓൺ ആക്കും. വീഡിയോ എടുത്തത് നമ്മൾ അറിയില്ല. ചുറ്റിലും ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി വീഡിയോ ഓണാക്കി സംസാരിക്കും. ഹലോ ഗൈസ്, ഞാൻ മഹാലക്ഷ്മി എന്നൊക്കെ പറയും. പേര് മുഴുവൻ വായിൽ വരില്ല. നമ്മൾ അവളുടെ സ്കൂളിൽ പോകുന്നതൊക്കെ വലിയ ഇഷ്ടമാണ്. വീട്ടിൽ അച്ഛ എന്ന് വിളിക്കുന്നവർ സ്കൂളിൽ വെച്ച് ഡാഡി എന്നേ വിളിക്കൂ. എവിടെ ചെന്നാലും തമാശ പറഞ്ഞ ആളാകാനുള്ള ശ്രമമൊക്കെ അവൾക്കുണ്ടെന്നും ദിലീപ് അന്ന് പറഞ്ഞു. മീനാക്ഷിയും മഹാലക്ഷ്മിയും വ്യത്യസ്തരാണെന്നും ദിലീപ് പറഞ്ഞിരുന്നു. മീനാക്ഷി വളരെ സൈലന്റ് ആണെന്നും എല്ലാ കാര്യങ്ങളും കേട്ടിരിക്കും. തമാശകൾ കേട്ടാൽ പൊട്ടിച്ചിരിക്കുകയും ആസ്വദിക്കുകയും ചെയ്യും. മക്കളിൽ ഒരാൾ സൈലന്റും മറ്റേ ആൾ വയലന്റുമാണെന്നും ദിലീപ് പറഞ്ഞിരുന്നു. മഹാലക്ഷ്മിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് കാവ്യയാണെന്നും ദിലീപ് പറഞ്ഞിരുന്നു. 2016 പുറത്തിറങ്ങിയ പിന്നെയുമാണ് കാവ്യ മാധവൻ അവസാനമായി അഭിനയിച്ച സിനിമ. അതേ വർഷം ദിലീപുമായുള്ള വിവാഹം നടന്നു. പിന്നീട് അഭിനയ രംഗത്തും നിന്നും കാവ്യ മാറി നിന്നു. ഇന്ന് കുടുംബജീവിതത്തിലേക്ക് ശ്രദ്ധ നൽകുകയാണ്. ഒപ്പം ലക്ഷ്യ എന്ന തന്റെ സ്ഥാപനവും നടത്തുന്നുണ്ട്. കാവ്യ സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട്. 2000ത്തിന്റെ തുടക്ക വർഷങ്ങളിൽ മലയാളത്തിലെ തിരക്കേറിയ നടിമാരിൽ ഒരാളായിരുന്നു കാവ്യ മാധവൻ. എന്നാൽ അന്നും വിവാഹിതയായ കുടുംബജീവിതം നയിക്കണമെന്നാണ് കാവ്യ ആഗ്രഹിച്ചത്. ഇന്ന് താൻ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം നയിക്കുകയാണ് കാവ്യ മാധവൻ. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.